അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷന്റെ 6ാമത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഗായിക ജൻസിക്കും നാടക സംവിധായകൻ KM ധർമ്മനുമാണ് അർജുനോപകാരത്തിന് അർഹരായത്. 25,000 രൂപയും ആർട്ടിസ്റ്റ് സുജാതൻ രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അർജുനൻ മാസ്റ്ററുടെ പേരിലുള്ള MK അർജുനൻ മാസ്റ്റർ ഫൗണ്ടേഷന്റെ 6ാമത്തെ അവാർഡ് ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും പ്രിയപ്പെട്ട ആരാധ്യനായ നമ്മളെ വിട്ടുപോയ അർജുനൻ മാസ്റ്ററുടെ 90ാമത് ജന്മദിനമാണ് ഈ മാർച്ച് 1-ാം തീയതി. അന്ന് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ അർജുന അവാർഡ് ഫംഗ്ഷൻ നടത്തുന്നത്. ഇതിലൊരു മാറ്റം ഈ പ്രാവശ്യം വരുത്തിയിട്ടുള്ളത് എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ ഒരു ചലച്ചിത്ര രംഗത്തോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരാൾക്കാണ് അവാർഡ് കൊടുത്തിരുന്നത്. ഒരു മെയിൽ ആയിരുന്നില്ല 5 പ്രാവശ്യമെങ്കിൽ ഈ പ്രാവശ്യം ഒരു ഫീമെയിൽ വോയിസിനെ തിരഞ്ഞെടുക്കണം. അത് നമ്മുടെ ആരാണെന്ന് ജൂറി കമ്മീഷൻ കൂടിയായി അനൗൺസ് ചെയ്യും. ഒരു വ്യത്യസ്തത അതാണ് ഒന്ന്. രണ്ടാമത്തത് 800-ലധികം നാടകങ്ങൾക്ക് സംഗീത സംവിധാനം ചെയ്ത മാസ്റ്റർക്ക് അതിപ്പോൾ നാടകത്തെ കൂടി നമ്മളൊന്ന് മാനിക്കുന്നുണ്ട് ഈ പ്രാവശ്യം. അത് നമ്മുടെ ഒരു അഡീഷണൽ പോയിൻ്റാണ്. അപ്പോൾ MTH അർജുന അവാർഡ് ഫംഗ്ഷൻ നടക്കുമ്പോൾ 2 അവാർഡുകളും നൽകുന്നതാണ് ഈ പ്രാവശ്യം. അതാണ് ഈ പ്രാവശ്യം പ്രത്യേകത. അതുകൂടാതെ മാഷിനോട് സഹകരിച്ചിട്ടുള്ള മാഷിൻ്റെ ഗാനങ്ങൾ പാടിയെടുക്കുന്ന എല്ലാ ചുണ്ടുകളിലും എത്തിക്കാനുള്ള പാട്ടുകൾ ഒരു 10-20 ഗായകർ പാടുന്നുണ്ട്. പ്രവേശന സൗജന്യം ഫൈൻ ആർട്സോടെ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. മലയാള ചലച്ചിത്ര നാടക ഗാനസംഗീത രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള MK അർജുനൻ മാസ്റ്ററുടെ പേരിലാണ് ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡ് കാലത്താണ് മാസ്റ്റർ നമ്മളെ വിട്ടുപിരിഞ്ഞത്. മാസ്റ്റർ വിട്ടുപിരിഞ്ഞ സന്ദർഭത്തിൽ ഒരുപക്ഷെ കോവിഡ് കാലമല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലുമുള്ള സംഗീതാസ്വാദകരുടെ വലിയ പങ്കാളിത്തം ആ ചടങ്ങിലുണ്ടാകുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് മാസ്റ്ററുടെ സംസ്കാരമൊക്കെ അന്ന് നടത്തേണ്ടി വന്നു. അതിനെ തുടർന്നാണ് അർജുനൻ മാസ്റ്റർ മകൻ അശോകൻ്റെയും മറ്റും നേതൃത്വത്തിൽ മാഷിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുകയും രാധാകൃഷ്ണൻ സാർ അടക്കമുള്ള ആളുകളുടെ മേൽക്കൈയിൽ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും കഴിഞ്ഞ 5 വർഷവും, ഇതിപ്പോൾ 6ാമത്തെ വർഷമാണ്, ഫൗണ്ടേഷൻ്റെ പേരിലുള്ള അർജുനൻ മാസ്റ്ററുടെ പേരിലുള്ള അവാർഡ് ആ നിലക്ക് നൽകി വരികയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 5 വർഷവും ഈ വർഷവും ഈ സംരംഭവുമായി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മെഡിക്കൽ ട്രസ്റ്റാണ്. മാസ്റ്ററിനോട് വല്ലാത്ത സ്നേഹം മെഡിക്കൽ ട്രസ്റ്റിൻ്റെ അധികാരികൾ ഇക്കാലം അത്രയും വെച്ച് പുലർത്തിയിട്ടുണ്ട്. മാസ്റ്റർ ജീവിച്ചിരിക്കുമ്പോഴും എനിക്കതൊക്കെ നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ സാരഥികളുടെ നിർലോഭമായ പിന്തുണയും സഹായവുമാണ് കഴിഞ്ഞ 5 വർഷവും ഈ 6ാമത്തെ വർഷവും ഈ അവാർഡ് സമർപ്പണ ചടങ്ങിൽ ഉണ്ടാകുക എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ആ നിലക്ക് നന്ദി ഞങ്ങൾ പറയുകയാണ്. ഈ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ മെഡിക്കൽ ക്യാമ്പുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. മെഡിക്കൽ ട്രസ്റ്റിൻ്റെയും കൂടി സഹായത്തോടു കൂടിയാണ്. പിന്നെ ശാരീരികമായ അവശരായിട്ടുള്ള കലാകാരന്മാർ, അവരെ പല വിധത്തിലും സഹായിക്കുന്ന പ്രവർത്തനങ്ങളും ഈ ഫൗണ്ടേഷൻ ചെയ്തിട്ടുണ്ട്. അത് മാസ്റ്റർ ജീവിച്ചിരുന്നപ്പോൾ മാസ്റ്റർ വലിയ ദൗത്യമായിരുന്നു. ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല എന്നുള്ള മാസ്റ്ററുടെ സ്നേഹമസ്ത്രമായ പെരുമാറ്റത്തിൻ്റെ ഭാഗമായി പടിഞ്ഞാറൻ കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിലെ കലാകാരന്മാർ, പ്രത്യേകിച്ച് ശാരീരിക അവശതയുള്ള പല കലാകാരന്മാരെയും ആ നിലക്ക് അദ്ദേഹം സഹായിക്കുമായിരുന്നു. അങ്ങനെ സഹായിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം അന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് പള്ളുരുത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആശ. കൂടാതെ കഴിഞ്ഞ കാലമത്രയും 5 വർഷവും ഇതിനോട് നല്ല നിലക്ക് സഹകരിച്ചിട്ടുള്ളത് കേരള ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ്. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഭാരവാഹികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റൊന്ന് ചാവറ കൾച്ചറൽ സെൻറ്റർ. ഇന്നിപ്പോൾ സാംസ്കാരിക രംഗത്ത് എറണാകുളത്തെ ഏറ്റവും സജീവമായ സാന്നിധ്യമാണ് ചാവറ കൾച്ചറൽ സെൻറ്റർ. അവരും ഇതിനോട് സഹകരിക്കുന്നുണ്ട്. കൊച്ചി നഗരസഭ ശ്രീ M. അനിൽകുമാർ മേയറായിരുന്നപ്പോൾ തുടങ്ങിയ ഒന്നാണ് ഈ സംരംഭവുമായി സഹകരിക്കുക എന്നുള്ളത്. ആ നഗരസഭയുടെ പുതിയ മേയറും ആ നിലക്ക് മിനിമോളും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും സഹകരിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നുണ്ട്. കൂടാതെ ഇത്തവണ ഞങ്ങൾക്ക്
ഒരു വലിയ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ നോൺ ബാങ്കിങ് സ്ഥാപനമായിട്ടുള്ള ഫിനാൻസ് സ്ഥാപനമായിട്ടുള്ള മണപ്പുറം ഫൈനാൻസ് അവർ ഈ സംരംഭവുമായി സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. തുടർന്നും അവരെ പോലുള്ള അഭ്യുദയകാംക്ഷികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഗീതരംഗത്തും കലാകാരന്മാരെ സഹായിക്കുന്ന കാര്യത്തിലുമൊക്കെ MK അർജുനൻ ഫൗണ്ടേഷന്, മാസ്റ്റർ ഫൗണ്ടേഷന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കടമ പറയുന്നത് മുമ്പ് ഇതൊക്കെ പറഞ്ഞത്, ഇത്തരം ഒരു സംരംഭമൊക്കെ നിലനിന്ന് പോകണമെങ്കിൽ ഈ വിധത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും അനിവാര്യമായൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. തീർച്ചയായും ഇതിനോട് സഹകരിക്കുന്ന എല്ലാ പ്രമുഖരെയും ആ നിലയിൽ തന്നെ സംഘടനകളെയും ആദരിച്ചുകൊണ്ട് ഞാൻ എന്നിൽ അർപ്പിതമായ കടമയിലേക്ക് കടക്കുകയാണ്. ഇവിടെ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചു ഇത്തവണത്തെ അവാർഡിൻ്റെ പ്രത്യേകത. ഇത്തവണ മലയാള സിനിമാ ഗാനരംഗത്ത് മാത്രമല്ല നാടക രംഗത്താണ് അർജുന മാസ്റ്റർ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാസ്റ്റർ ജീവചരിത്രമൊക്കെ വായിച്ചിട്ടുള്ളവരായിരിക്കും അറിയാൻ കഴിയും. അദ്ദേഹം എറണാകുളത്തും കൊച്ചിയിലുമൊക്കെ നാടകങ്ങൾക്ക് പിന്നണി പാടിയും ഹാർമോണിയൊക്കെ വായിച്ച് നടന്നിരുന്ന ഘട്ടത്തിലാണ് ദേവരാജൻ മാസ്റ്റർ അദ്ദേഹത്തെ കാളിദാസ കലാകേന്ദ്രത്തിൽ കൊണ്ടുപോയി അവിടുത്തെ ഹാർമോണിസ്റ്റാക്കി മാറ്റുന്നത്. പിന്നീട് അതേ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകത്തിന് സ്വതന്ത്ര സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ടാണ് നാടക സംഗീത രംഗത്തേക്ക് വരികയും 60കളുടെ മധ്യത്തിലും 70കളിലുമൊക്കെ മലയാള നാടകവേദിയിലെ അന്നത്തെ പ്രഗത്ഭ സംഗീതകാരന്മാരെക്കാൾ കൂടുതലായി നാടകരംഗത്ത് വലിയ സംഭാവന അദ്ദേഹം നൽകിയിട്ടുണ്ട്. അന്നത്തെ പ്രശസ്തമായ എല്ലാ നാടക സമിതികളിലും അർജുനൻ മാസ്റ്ററാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. ദേശാഭിമാനി തിയേറ്റേഴ്സ്, കായംകുളം പീപ്പിൾസ് തിയേറ്റേഴ്സ്, ചങ്ങനാശ്ശേരി ഗീത, KPSC, അതുപോലെ തന്നെ വൈക്കം മാളവിക, കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയിട്ടുള്ള എല്ലാ അന്നത്തെ പ്രമുഖ നാടക സമിതികൾക്കൊക്കെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് അർജുന മാസ്റ്റർ. പിന്നീടാണ് കറുത്ത പൗർണമി എന്ന സിനിമയിലൂടെ സിനിമാ സംഗീത സംവിധായകനായിട്ട് അർജുന മാസ്റ്റർ മാറുകയും എല്ലാ കാലത്തും ഓർത്തിരിക്കും മലയാള ഭാഷയും സാഹിത്യവും സിനിമയും ഒക്കെ ഉണ്ടാകുന്ന കാലത്തോളം ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപിടി അനശ്വര ഗാനങ്ങൾ അർജുന മാസ്റ്ററുടേതായി നമുക്ക് സിനിമാ ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടുള്ള അവാർഡുകൾ കൊടുത്തിട്ടുള്ളവരുടെയൊക്കെ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ജയേന്ദ്രൻ സാറ് ഗായകനായിരുന്നു സാറ്, ശ്രീകുമാരൻ തമ്പി സാറ്, വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങിയ പ്രഗത്ഭമതികൾക്കാണ് ആ നിലക്ക് ഞങ്ങൾ കൊടുത്തത്. ഇത്തവണ ആലോചിച്ചപ്പോൾ നാടക സംഗീത രംഗത്തും നാടകരംഗത്ത് അടക്കം സംഭാവന ചെയ്തിട്ടുള്ളവരെയും കൂടി പരിഗണിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തവണ 2 പേരെ ആ നിലക്ക് തിരഞ്ഞെടുത്തത്. അതിൽ ജെൻസി, പുതിയ തലമുറക്ക് വേണ്ടത്ര പരിചയം ഉണ്ടാകാത്ത ഒരു ഗായികൻ, കൊച്ചിക്കാരിയായ, അതായത് അർജുനൻ മാസ്റ്റർ പള്ളുരുത്തിക്കാരനാണ്. പള്ളുരുത്തിക്കാരനായ ആരണിച്ചേട്ടൻ്റെ മകളാണ് ജെൻസി. ആ ജെൻസി 71 അന്നത്തെ കലാഭവൻ ബാലഗാനമേള സംഘം രൂപീകരിക്കുമ്പോൾ ആ ബാലഗാനമേള സംഘത്തിലെ പ്രധാന പാട്ടുകാരി ജെൻസിയായിരുന്നു. മറ്റൊരാൾ ഇന്നത്തെ സുജാത, അന്ന് ബേബി സുജാതയായിരുന്നു. അന്ന് ആ സമിതിയിലുണ്ടായിരുന്ന ഒന്ന് ജെൻസിയുടെ സഹോദരൻ ജെർസൻ ആണ്. അതുപോലെ അന്ന് സമിതിയിലുണ്ടായിരുന്നത് പിന്നീട് 13ADയിലെല്ലാം ഓർക്കസ്ട്ര കൈകാര്യം ചെയ്ത ജാക്സനെ രൂചിയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭരായിട്ടുള്ള അന്നത്തെ ബാല ഗായികയായിട്ട് വന്ന ജെൻസി പിന്നീട് നിരവധിയായ സിനിമകളിലും, കലാഭവൻ്റെ തന്നെ സിനിമ മാത്രമല്ല പിന്നീട് മലയാള സിനിമയിലും ഒരു ഘട്ടമെത്തിയപ്പോൾ തമിഴ് സിനിമക്കകത്തും വലിയ സംഭാവന നൽകിയ ഗായികയാണ്. ഇളയരാജയെപ്പോലുള്ള സംഗീത സംവിധായകർക്ക് ഏറ്റവും പ്രിയങ്കരിയായ ഗായികയായിരുന്നു ജെൻസി. എന്നാൽ ജെൻസി ഒരു ഘട്ടമെത്തിയപ്പോൾ വിവാഹത്തിന് ശേഷം സംഗീത രംഗത്ത് നിന്ന് മാറുകയും സംഗീത അധ്യാപിക മാത്രമായി ഒതുങ്ങിക്കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ജെൻസി അന്ന് പാട്ട് തുടരാൻ ജെൻസി സ്വയം തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് മലയാളത്തിലുള്ള ഏത് ഗായികയെക്കാളും, മലയാളത്തിൽ മാത്രമല്ല തമിഴിലുള്ള ഏത് ഗായികയെക്കാളും മികച്ച ഗായികയായിട്ട് മാറുമാറുന്നത് ഒരു തർക്കവുമില്ല. അത്ര കണ്ട് പടിഞ്ഞാറൻ കൊച്ചി യേശുദാസനും മെഹബൂബിനും ഒക്കെ ശേഷമുള്ള പടിഞ്ഞാറൻ കൊച്ചി ഒരു വലിയ സംഭാവനയായിട്ട് അവർ മാറുമായിരുന്നു. അപ്പോൾ
ജെൻസിക്കാണ് ഇത്തവണ കലാഭവൻ്റെ ഇത് അർജുന മാസ്റ്റർ പേരുള്ള MTH മെഡിക്കൽ ട്രസ്റ്റിൻ്റെ പേരിലുള്ള അർജുനോപഹാരം 2026 ജെൻസി എന്ന ഗായികക്കാണ്, പ്രിയപ്പെട്ട ഗായികക്കാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടെ രാധാകൃഷ്ണൻ സാറ് സൂചിപ്പിച്ച പോലെ മലയാളം നാടകരംഗത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖനാണ് 90 വയസ്സ് ആയിട്ടുള്ള 93 വയസ്സായിട്ടുള്ള KM ധർമ്മൻ. KM ധർമ്മൻ കൃത്യമായി പറഞ്ഞാൽ 450-നടുത്ത് വരുന്ന പ്രൊഫഷണൽ നാടകങ്ങളും 100-ലേറെ അമച്ചർ നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിക്കുകയും, ഇപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്, തുടക്കം ഒടുക്കം, അതിൻ്റെ സഹസംവിധായകനാക്കിയായി പ്രവർത്തിച്ചിട്ട ആളാണ് ഈ KM ധർമ്മൻ. അഭിനേതാവായിരുന്നു. ഒരുപക്ഷെ ഒരു വർഷം 13, 14, 16 വരെ നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും അങ്ങനെ സംവിധാനം ചെയ്ത എല്ലാ നാടകങ്ങളും ഹിറ്റായി മാറുകയും കേരളക്കരെ ആകെ ആഘോഷിക്കപ്പെടുകയും ചെയ്ത ഒരു മികച്ച നാടക സംവിധായകനാണ്. ഇപ്പോഴും പള്ളുരുത്തിയിൽ ജീവിക്കുന്നു. അർജുനൻ മാസ്റ്ററുമായി വലിയ ഹൃദയബന്ധം കാത്തുസൂക്ഷിച്ചിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തെ ഇത്തവണ MTH അർജുനോപഹാരം ആ നിലയിൽ നൽകി ആദരിക്കണം എന്നാണ് ഇതിൻ്റെ ജൂറി തീരുമാനിച്ചത്. അപ്പോൾ 2 പേർക്ക് ഇത്തവണ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അർജുനോപഹാരം എന്ന നിലക്ക് നൽകുന്നു. KM ധർമ്മനും ധർമ്മേട്ടനും പിന്നെ ശ്രീമതി ജെൻസിക്കുമാണ് നൽകുന്നത്. ഇത് നൽകുന്നത് 1-ാം തീയതി വരുന്ന 1-ാം തീയതിയാണ്. ഫൈൻ ആർട്സ് ഹാളിൽ വെച്ചാണ് അത് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മേയറാണ്. കൂടാതെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് അർജുനൻ മാസ്റ്റർ ഒരു സിനിമക്കാണ് സംഗീതത്തിനാണ് അവാർഡ് കിട്ടിയത്. അത് ജയരാജ് എന്ന സിനിമക്കാണ്. അതിന് വേറെ പല കാരണങ്ങളാണ്, അതൊക്കെ ഇവിടെ നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അർജുനൻ മാസ്റ്റർ സംഗീതം നിർവഹിച്ചതൊക്കെ ഹിറ്റ് സിനിമകളാണ്. അന്നത്തെ ഹിറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കച്ചവട സിനിമ എന്ന് പറയുന്ന സിനിമകൾക്കാണ്. അതൊന്നും അന്ന് മത്സരത്തിന് പോകില്ലായിരുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാ ഗാനങ്ങളും അങ്ങനെയാണ് അത്തരം സിനിമകൾക്കാണ്. അപ്പോൾ എന്നാൽ അർജുനൻ മാഷിന് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ലഭിച്ച സംസ്ഥാന അവാർഡ് അത് ജയരാജൻ്റെ സിനിമക്കാണ്. അപ്പോൾ ആ ജയരാജ് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളോട് എല്ലാ കാലത്തും നല്ല നിലയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ എഴുത്തുകാരനായ ഗാനരചയിതാവ് കൂടിയായ ജയകുമാർ സാറ് ഈ പരിപാടി പങ്കെടുക്കുക. അദ്ദേഹം ഇന്ന് വരാത്തത് ശബരിമല അവിടെ അതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ജയകുമാർ സാർ IAS പങ്കെടുക്കുന്നുണ്ട്. അന്നത്തെ ദിവസം ഒരു സംഗീത സദസ്സ് വെക്കുന്നുണ്ട്. അത് വിദ്യാരൻ മാസ്റ്റർ നേതൃത്വത്തിലാണുള്ള ഗായക സംഘമാണ് അത് നടത്തുന്നത്. കൂടാതെ മുഖ്യ അതിഥിയായിട്ട് ക്രിസ് വേണുഗോപാൽ ആർട്ടിസ്റ്റ് ആണ്, അവരടക്കം പങ്കെടുക്കുന്നുണ്ട്. ഈ അവാർഡ് അർജുനോപഹാരം നൽകുന്നത് 2 പേരും പള്ളുരുത്തിക്കാരാണെന്നുള്ള. ഒന്ന് അർജുന മാസ്റ്ററിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആനിച്ചേട്ടൻ്റെ മോളാണ് ഈ ജെൻസി. അവരെ സിനിമയിലേക്കും അതിൽ കൊണ്ടുവന്നതും അർജുൻ മാഷാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ചിരുന്നതാണ് KM ധർമ്മൻ. ഇദ്ദേഹത്തിന് ഇവരുടെ പേരുകളെ ഞാൻ ചെറുപ്പത്തിൽ മുതൽ കേൾക്കുന്നതാണ്. അത് അവർക്കുള്ള വലിയൊരു അംഗീകാരം ഇതോടുകൂടി കൊടുക്കുകയാണ്. അതേക്കുറിച്ചാണ്. പിന്നീട് അന്ന് നടക്കുന്ന ഈ പരിപാടിക്ക് ശേഷം പ്രധാനപ്പെട്ട പാട്ടുകാരായിട്ട് പലരും ഇവിടെ എത്തുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രിയങ്കരായിട്ടുള്ള ആൾക്കാരുണ്ട്. അരക്കൻ രാജും, ശ്രീമതി രാജലക്ഷ്മി, രജനി മോഹൻ, ഡോക്ടർ രശ്മി മധുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അർജുനൻ മാസ്റ്റർ ആദ്യമായിട്ട് ചലച്ചിത്ര ഗാനങ്ങളുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോഴത്തേക്കും അത് ഭയാനകം, ഇപ്പോൾ പറഞ്ഞല്ലോ ഭയാനകം എന്ന് പറയുന്ന സിനിമയിൽ അതിൽ പാട്ട് പാടിയിട്ടാണ്. ആ പാട്ട് പാടിയ രശ്മി മധുവും ഇതിനകത്ത് പാട്ട് ഉണ്ട്. അതുപോലെ ദേവദാസുണ്ട്, നമ്മുടെ ഗണേഷ് പ്രഭുവുണ്ട്, സുധാകരനുണ്ട്, അജിത്തുണ്ട്, ഡോക്ടർ രാധാകൃഷ്ണനുണ്ട്, കലാഭവനുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പാട്ടുകൾ കേട്ട് എല്ലാവർക്കും ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇത്രയും പരിപാടികൾ ഇപ്പോൾ അർജുനൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രശസ്തിക്ക് വേണ്ടി യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. എന്നാലും
ഓരോ വർഷം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് പുതുക്കുന്നതും കൂടുതൽ ജനമനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിത വ്യക്തിത്വവും എത്തിച്ചേരുന്നുകൊണ്ടെന്നിരിക്കുന്നത് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ കണ്ട്. കേരള ഫൈൻ ആർട്സ് സൊസൈറ്റിയും ഈ സംരംഭത്തിൽ കൂടി സഹകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു സംഗീത സംവിധായകൻ്റെ സ്മരണക്കായി നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ കൊല്ലവും കഴിഞ്ഞ 5 വർഷം സഹകരിച്ച മാതിരി തന്നെ ഈ 6ാം വർഷവും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. 25,000 രൂപയും പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് സുജാതൻ മാഷ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് ഓരോരുത്തർക്കും നമുക്ക് അർജുനോപഹാരം 2026 എന്ന പേരിൽ ഈ ശ്രീമതി ജെൻസിക്കും KM ധർമ്മേട്ടനും കൊടുക്കുന്നത്. അത് ഒന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. കൂടാതെ ഈ പരിപാടി തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ടിക്കറ്റ് പ്രോഗ്രാമൊന്നുമല്ല, ഇത് സൗജന്യമായിട്ടാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് പ്രത്യേകം നിങ്ങൾ വാർത്തയിൽ അറിയിക്കുന്നത് ജനങ്ങൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്നതിന് സഹായിക്കും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. എല്ലാവരെയും മാർച്ച് 1 വൈകിട്ട് 5 നടക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.